ചാർട്ട് അനാലിസിസിനെ കുറിച്ച് പഠിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആദ്യത്തെ പാർട്ട് കണ്ടിട്ട് വരേണ്ടതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺസിനെ കുറിച്ചാണ്. സിമെട്രിക്കൽ ട്രയാങ്കിൾ, അസെൻഡിങ് ട്രയാങ്കിൾ, പിന്നെയുള്ളത് ഡിസെൻഡിങ് ട്രയാങ്കിൾ ആണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഒരു ബ്രേക്ക് ഔട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇന്നിവിടെ ആദ്യം നമുക്ക് സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല, സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ ഈ 2 സൈഡ് ഈക്വൽ ആണെന്ന് മാത്രം നമ്മളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഈ സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ കണ്ടുവരാറുള്ളത് ഒരു അപ് ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ നടക്കും. ആ സമയത്താണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ വരാറുള്ളത്. എല്ലാം നമ്മളുടെ ഈ 3 ചാർട്ട് പാറ്റേൺ വരാറുള്ളത് ഒരു ചാർട്ടിന്റെ കണ്ടിന്യൂഷനിൽ വരുന്ന ട്രയാങ്കിൾ ഫോർമുലേഷൻ ആണ്. ഒരു അപ് ട്രെൻഡിൽ വരുന്ന ഒരു ട്രയാങ്കിൾ സിമെട്രിക്കൽ ട്രയാങ്കിൾ മാത്രമാണെന്നല്ല, അവിടെ അസെൻഡിങ് ട്രയാങ്കിൾ വരാം, ഡിസെൻഡിങ് ട്രയാങ്കിളും വരാം. പക്ഷേ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി നമ്മുടെ ക്ഷമ പരീക്ഷിച്ച് നമ്മൾ വിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് അപ് ട്രെൻഡിലേക്ക് പോകുമ്പോൾ നമ്മൾ വിറ്റത് കൊണ്ടാണ് അത് അപ് ട്രെൻഡിലേക്ക് പോകുന്നത് നമ്മൾ ബ്ലെയിം ചെയ്യാറില്ലേ? ആ സമയത്ത് മിക്കവാറും ഈ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ വരാനാണ് ചാൻസ്. ഇപ്പം ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ എന്താ നടക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നടക്കുന്നത് ഒരു അപ് ട്രെൻഡ് വന്നതിന് ശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഈ സിമെട്രിക്കൽ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും നല്ല വിട്ട് കൂടിയതാണ്. അതായത് ഇങ്ങനെയും ഇങ്ങനെയും വന്നിറക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നല്ല അക്യുമുലേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ക്ഷമയുണ്ടാകാറില്ല. പലപ്പോഴും നമ്മൾ ഒരു സ്റ്റോക്ക് ചിലപ്പോൾ ഒരു രൂപ കയറും, 1 രൂപ കുറയും, അല്ലെങ്കിൽ 5 രൂപ കയറും, 5 രൂപ കുറയും. അങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ നമ്മളത് വിറ്റ് ഒഴിവാക്കും. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് ആണ് വരാറുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ചാർട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിളിൽ പൊതുവെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹയർ ഹൈസും ലോവർ ഹൈസും ഹയർ ലോസും ആണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരു ഹൈ വന്നു, അടുത്ത ഹൈ എന്ന് പറയുന്നത് ലോവറിലാണ് വരുന്നത്. അതേപോലെ തന്നെ താഴത്ത് ഇവിടെ ഒരു ലോ വന്നു, അടുത്ത ലോ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഹയർ ലോസും ലോവർ ഹൈസും ആണ് ഇവിടെ ഫോം ചെയ്യാറുള്ളത്. ഇനി ഇതൊരു അപ് ട്രെൻഡിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് പോസിബിലിറ്റി എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇതൊരു അപ് ട്രെൻഡിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്, അതായത് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് ഒന്ന് തട്ടി താഴെ വന്നിട്ടുള്ള ഇത്രയും ദൂരം ഉണ്ടല്ലോ, ഇതായിരിക്കും ഇതിന്ന് വരുന്ന ബ്രേക്ക് ഔട്ടിൻ്റെ നമുക്ക് ഈ സ്റ്റോക്ക് മുന്നിലോട്ട് പോകാനുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടാവുന്ന സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഇത്രയും പോയിന്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് അസെൻഡിങ് ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാം. അസെൻഡിങ് ട്രയാങ്കിൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഒരു റെസിസ്റ്റൻസിൽ തട്ടി ഇവിടെ ഹയർ ലോസ് ഉണ്ടായിട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് നോക്കി, റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും, എല്ലാം ഒരേ പോയിന്റിൽ റെസിസ്റ്റൻസ് വരും. പക്ഷേ ഇവിടെ സപ്പോർട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഹയർ ലോസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇവിടെ തട്ടി പൊങ്ങി, പിന്നെ അടുത്തത് ഇവിടെ തട്ടി പൊങ്ങി, അടുത്തത് ഇവിടെ തട്ടി. ഓക്കെ, ഇവിടുന്ന് ഒന്നുമില്ല ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ അപ് ട്രെൻഡ്. സാധാരണ അസെൻഡിങ് ട്രയാങ്കിളിൽ കണ്ടുവരാറുള്ളത് ഒരു ബ്രേക്ക് ഔട്ട് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും അതുപോലെ തന്നെ ഒരു അപ് ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും വരിക. ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിൽ വന്നതിന് ശേഷം ഇവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ നടന്നിട്ട്
ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്നു. അതാണ് അസെൻഡിങ് ട്രയാങ്കിളിൽ സാധാരണ കണ്ടുവരാറുള്ളത്. ഈ അസെൻഡിങ് ട്രയാങ്കിൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഒരു ഓർമ്മ വരുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അതെ, നമ്മൾ ഫസ്റ്റ് ചാർട്ട് അനാലിസിസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ട്രയാങ്കുലർ ബ്രേക്ക് ഔട്ടിൽ എന്താണ് നടക്കുക എന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി അറിയാൻ പറ്റും. നമുക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബയ്യേഴ്സിന്റെ ഒരു ഡോമിനേഷൻ ആണ് നടക്കുന്നത്. കാരണം ഓരോ ബയ്യേഴ്സും വാങ്ങിക്കൂട്ടിയിട്ട് ഒരു പോയിന്റിൽ നിന്ന് വലിയൊരു ബ്രേക്ക് ഔട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് അസെൻഡിങ് ട്രയാങ്കിൾ നിങ്ങളൊരു ആംപ്ലിഫയർ ആയിട്ട് വിചാരിച്ചാൽ മതി. അതായത് നിങ്ങൾ ഒരു അപ് ട്രെൻഡിലുള്ള ചെറിയൊരു അപ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്കിനെ ഒന്ന് പിടിച്ച് ആംപ്ലിഫൈ ചെയ്തിട്ട് നല്ലൊരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് അസെൻഡിങ് ട്രയാങ്കിളിൽ നടക്കാറുള്ളത്. ഈ 3 ട്രയാങ്കിളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബ്രേക്ക് ഔട്ടിലെ വോള്യം നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈ ബ്രേക്ക് ഔട്ടിലെ വോള്യം ഒരു പ്രധാന ഫാക്റ്റാണ്. അതായത് ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വോള്യം ഇപ്പോൾ ചെറിയ ചെറിയ വോള്യം ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. കാരണം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ചെറിയ വോള്യം ആയിരിക്കും. വൺസ് ഇതിന്റെ അടുത്ത് എത്തുന്ന സമയത്തായിരിക്കും വലിയ വോള്യൂംസ് ഫോം ചെയ്യുക. അങ്ങനെ വലിയ വോള്യൂം ഫോം ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ സ്റ്റോക്ക് ഇനിയും മുകളിലോട്ട് പോകാനാണ് ചാൻസ് എന്നാണ്. ഇതും അതേപോലെ തന്നെ ഇതിന്റെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസും ഒരു സപ്പോർട്ടും തമ്മിൽ തട്ടിയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാം. അസെൻഡിങ് ട്രയാങ്കിൾ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഡിസെൻഡിങ് ട്രയാങ്കിൾ സിമ്പിൾ ആയിട്ട് അറിയാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഡിസെൻഡിങ് ട്രയാങ്കിളിൽ ഇവിടെ ഒരു സെൽ ഓഫ് ആണ് നടക്കാറ്. ഇവിടെ ഇപ്പോൾ സെല്ലേഴ്സിന്റെ ഒരു ഡോമിനേഷൻ ആണ് കൂടുതലായി നടക്കുക. അതുപോലെ തന്നെ ഡിസെൻഡിങ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത് ഒരു ബെയറിഷ് സ്റ്റോക്കിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ഉള്ള ഒരു സ്റ്റോക്കിലാണ് ഭൂരിഭാഗവും ഈ ഡിസെൻഡിങ് ട്രയാങ്കിൾ ഫോം ചെയ്യുക. ഈ ഡിസെൻഡിങ് ട്രയാങ്കിൾ നോക്കിയേ, ഇവിടെ ഒരു ലോവർ ഹൈസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. കണ്ടോ? സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ സെയിം സപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഒരു ലോവർ സ്റ്റോക്ക് താഴോട്ട് വന്ന് ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ഇവിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ഇത് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ തീർച്ചയായും നല്ലൊരു ഡൗൺഫാളിലോട്ടായിരിക്കും പോവുക. സാധാരണ ഡിസെൻഡിങ് ട്രയാങ്കിൾ ഇൻട്രാഡേക്കാരാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് 3ൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3 ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണ ഒരു ട്രയാങ്കുലർ ചാർട്ട് പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. 3 ട്രയാങ്കിളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോള്യൂം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോൾ നിങ്ങളൊരു എൻട്രി എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും വോള്യൂം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം, വോള്യത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ട് വേണം ഇതിൻ്റെ എൻട്രീസും. ഇപ്പോൾ ഷോർട്ട് സെല്ലിംഗ് ആണെങ്കിലും നിങ്ങളൊരു സ്റ്റോക്കിലേക്ക് എൻട്രി ആണെങ്കിലും, ഇപ്പോൾ ഒരു ഇൻട്രാഡേയിൽ ഷോർട്ട് സെല്ലിംഗ് ആണെങ്കിൽ ഡിസെൻഡിങ് ട്രയാങ്കിളിലെ വോള്യം നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നല്ല വോള്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. അതുപോലെ തന്നെ സിമെട്രിക്കൽ ട്രയാങ്കിളിൽ നല്ല വോള്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ് ട്രെൻഡിലോട്ട് പോകുമ്പോൾ ഒരു എൻട്രി എടുക്കുക. സെയിം ലൈക്ക് അസെൻഡിങ് ട്രയാങ്കിളിലും നിങ്ങൾ നല്ലൊരു അപ് ട്രെൻഡിലോട്ട് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വോള്യം ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോക്കിൽ ഇങ്ങനത്തെ ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഈ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ഈ വോള്യൂം കൂടുന്ന സമയത്ത് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ പോകണമെന്നുള്ളത് ചെക്ക് ചെയ്യുക. താങ്ക് യു.